അപ്രീഷിയേറ്റ് യുവർ സ്മാർട്ട്നെസ്, പക്ഷെ അത് ഓവറാകരുത്. മിസ് കോണ്ടിനെന്റ് എന്ന് പറഞ്ഞൊരു മെയിൽ അയച്ചാൽ പോരാ. ഐ നീഡ് ദ ഡീറ്റെയിൽസ്. ഹിമയ്ക്ക് 25 ലക്ഷം രൂപ തന്ന് സഹായിച്ചത് ഹരിയുടെ ഒറ്റ നിർബന്ധം കൊണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് അവധികൾ കഴിഞ്ഞു. ഇനി ഈ പ്രോജക്റ്റ് നിന്നെ ഏൽപ്പിക്കുന്ന കാര്യം തൽക്കാലം എനിക്കൊന്നുകൂടി ആലോചിക്കേണ്ടതുണ്ട്. സാർ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, വി വിൽ catch up later. Now you may go. Yes, I understand, sir. ഹരി ഇരിക്കൂ. ഓക്കെ സാർ. നമുക്ക് മീറ്റിംഗിന്റെ കാര്യം ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. ഇതാണ് സത്യത്തിലുണ്ടായത്. മീര ഇതെങ്ങനെ ഉൾക്കൊള്ളുമെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അതുകൊണ്ടാണ് ഞാനിത് ആരോടും പറയാതിരുന്നത്. ഹരി, പറഞ്ഞ കഥകളൊക്കെ ഓർത്ത് വെച്ചേക്ക്. തൽക്കാലം ഞങ്ങൾ ഇറങ്ങുന്നു. ഇനി കാണുമ്പോഴും ഇതേ കഥകൾ തന്നെ മറക്കാതെ പറയണം. ഹരി പറഞ്ഞത് സാറ് വിശ്വസിക്കുന്നുണ്ടോ? തെറ്റിക്ക് സെറ്റ് ഓഫ് നട്ട് ടു ക്രാക്ക്. ബട്ട് വേറെ വഴിയില്ല, നമ്പിതാവണോ? ഈ ദിലീപ് സുന്ദരത്തിന് അങ്ങനെ ക്ലീൻ ഇമേജ് കൊടുക്കാൻ പറ്റുമോ സാർ? ആര് പറഞ്ഞു ക്ലീൻ ഷീറ്റ് കൊടുക്കണമെന്ന്? ബട്ട് മൈ ഡൗട്ട് ഈസ്, ഈ പണം നൽകിയ ആൾ തന്നെ ഒരു കിഡ്നാപ്പിംഗ് ശ്രമം നടത്തുമോ എന്നാണ്. അല്ല, തങ്ങൾ കുറ്റവാളികളല്ലെന്ന് പറയാനുള്ള ധൃതി കാണുമ്പോൾ എന്തോ ഒരു പന്തികേട്. നമുക്ക് നോക്കാം. ഹേയ്, എന്താ മീര? എന്തിനെങ്ങനെ ടെൻഷൻ? എനിക്കറിയാം മീരയുടെ മൂഡ് ഇപ്പൊ ശരിയല്ല. നമുക്ക് പോവാം. മതിയായി സച്ചിൻ. ഹരിയോടൊപ്പമുള്ള ഓരോ നിമിഷവും ഒരു കാരാഗൃഹത്തിൽ അകപ്പെട്ട പോലെയാണ് എനിക്കിപ്പോ. അത് ഒക്കെ ശരിയാവും മീര. എനിക്കിപ്പോ തീരെ പ്രതീക്ഷയില്ല സച്ചിൻ. മറ്റൊരു മാർഗമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്ത് മാർഗം? അത് പറയേണ്ടത് ഞാനല്ല, സച്ചിനാണ്. അതിനൊക്കെ സമയമെടുക്കും മീര. സമാധാനമായിട്ട് ആലോചിക്കാം. ഇപ്പൊ നമുക്ക് മടങ്ങാം. എന്റെ അവസ്ഥ മനസ്സിലാവുന്നില്ലേ സച്ചിന്? മനസ്സിലാവഞ്ഞിട്ടല്ല മീര, എനിക്ക് കുറച്ച് സമയം വേണം ഒരു തീരുമാനത്തിലെത്താൻ. സച്ചിൻ എന്നെ അവോയ്ഡ് ചെയ്യാണല്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞോ? ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ പ്ലീസ് മീര. നമുക്കിപ്പോ പോവാം. മീര അവിടെ നിന്നേ. ഇത്ര നേരം നീ എവിടെയായിരുന്നു? എനിക്കറിയാം മറുപടി ഉണ്ടാവില്ല. അല്ല, എനിക്കറിയാമില്ല എന്നിട്ട് ചോദിക്കുക. വാട്ട്സ് യുവർ പ്രോബ്ലം? യു സൗണ്ട് ലൈക്ക് കൾച്ചറൽ പോലീസ്. അതേടി, ഞാൻ കൾച്ചറൽ പോലീസാ. ഹരിയുടെ പുതിയ മുഖം കൊള്ളാം, ഓപ്പർച്യൂണിസ്റ്റ്. അതിന് ആൾ രൂപം വെച്ചാൽ നിങ്ങളെ പോലെ തന്നെ ഇരിക്കും. അതെ, എന്റെ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ അവസരവാദി തന്നെയാ. ദാറ്റ് ഈസ് പാർട്ട് ഓഫ് മൈ പേഴ്സണാലിറ്റി. ഓ, പേഴ്സണാലിറ്റി. സ്വയം സ്നേഹിക്കുന്നത് പേഴ്സണാലിറ്റിയുടെ ഭാഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങളുടെ സ്നേഹം ഹിംസയാണ്. വേദനിപ്പിക്കലും വേദന മാത്രം സമ്മാനിക്കലും. യഥാർത്ഥ സ്നേഹം നൽകാൻ പൗരുഷമുള്ളവർക്കേ കഴിയൂ. അങ്ങനെയുള്ള ആരെങ്കിലും നീ കണ്ടുവച്ചിട്ടുണ്ടോ? എന്നെ അറിയാതെ നീ വേറെ മനസ്സേറിയോ, കഥയറിയാതെ നീ ദൂരെ പോയി മായുമോ. എന്നെ അറിയാതെ നീ വേറെ മനസ്സേറിയോ, കഥയറിയാതെ നീ ദൂരെ പോയി മായുമോ. ഇനി അറിയാതിരകടലിൽ നീ അലയായി അലയും നേരം ഇടനെഞ്ചിൻ കുളിരായി മാറും എൻ അഴകേ. തീർത്താലും തീരാത്തോരുറവാണു നീ, മായ്ച്ചാലും മായാത്ത മഴവില്ലു നീ.
ഇനി അറിയാ വിരകക്കടലിൽ നീ അലയായി അലയും നേരം ഇടനെഞ്ചിൻ കുളിരായി മാറും എൻ അഴകേ. ഓരോ വിചാരം മൗന സഞ്ചാരം മോഹം നീ എന്താഹം നീ മുകിലിൻ മേലെ താരാപഥത്തിൽ തീർത്തിടാം ഞാൻ പുതുമാളിക എൻ ജീവനായ എന്റെ ദേവിയായി നീ വരുവതിന് ചാർത്തിടാം പൂത്താലേ. എന്നെ അറിയാതെ നീ വേറെ മനസ്സേറിയോ കഥയറിയാതെ നീ ദൂരെ പോയി മായുമോ. ഇനി അറിയാ വിരകക്കടൽ നീ അലയായി അലയും നേരം ഇടനെഞ്ചിൻ കുളിരായി മാറും എൻ അഴകേ. അപ്പോൾ ശിവരാമൻ പറഞ്ഞു വരുന്നത് അന്വേഷണം ഒരു വഴിത്തിരിവിലാണെന്നല്ലേ? അതെ സർ, ഒറ്റനോട്ടത്തിൽ ഹിമ വാസ് മണി മോട്ടിവേറ്റഡ്. അതായത് നമ്മൾ വിചാരിച്ചിരുന്നത് പോലെ സാഗറുമായി ഒരു ഹൃദയബന്ധമൊന്നും ഹിമയ്ക്കുണ്ടായിരുന്നില്ലെന്നല്ലേ? സത്യത്തിൽ ഹിമ സ്നേഹത്തിൻ്റെ പുകമുറ സൃഷ്ടിച്ച് സാഗര ഉപയോഗിക്കുകയായിരുന്നു ഒരളവ് വരെ ഹരിയെയും. ബട്ട് ദാറ്റ് ഡസ് നോട്ട് മീൻ ദേ ആർ ഔട്ട് ഓഫ് അവർ സസ്പിഷൻ. പിന്നെ ഹരിയുടെ നിർബന്ധത്താൽ ഹിമയ്ക്ക് 25 ലക്ഷം രൂപ കൊടുത്ത് സഹായിച്ച മൂന്നാമത് ഒരാളുണ്ട്. ഹരിയുടെ CEO ദിലീപ് സുന്ദരം? അതെ. പക്ഷേ ഹിമയുടെ മിസ്സിങ്ങുമായി ദിലീപ് സുന്ദരത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇവിടെ ഹിമ അയാൾക്കാണ് ഒരു വലിയ തുക കൊടുക്കാനുള്ളത്. ബട്ട് ഇറ്റ് കുഡ് ബി ഫോർ സംതിങ് മോർ ദൻ മണി സർ. ഹിമയുടെ മിസ്സിങ്ങിലൂടെ അയാളെ സംശയത്തിൻ്റെ നിഴലിലെത്തുക. സംശയിക്കണ്ട ശിവരാമ, ഹിമയുടെ തിരോധാനത്തിന്റെ പിന്നിൽ നമ്മൾ ഉദ്ദേശിക്കാത്ത മൂന്നാമതൊരാളുടെ സാന്നിധ്യം തീർച്ചയായും ഉണ്ടാവും. സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ പെൺകുട്ടി ഇപ്പോൾ ജീവനോട് ഉണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്ക് ബലമായി സംശയമുണ്ട് സർ.